സ്വന്തമായി നിർമ്മിക്കുന്ന വീടിനോ അല്ലെങ്കിൽ സ്വന്തമായി താമസിക്കുന്നതിന് വേണ്ടി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന വീടിനോ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾക്ക് വീടിൻ്റെ എലിവേഷനുകളും പ്ലാനുകളും മാറ്റി മാറ്റി വരപ്പിക്കേണ്ടി വരുന്നതും കൂടുതൽ വീടുകൾ കാണേണ്ടി വരുന്നതുമില്ല. എന്നാൽ അത്തരം കൂടുതലായിട്ടുള്ള എല്ലാ ചേരുവകളും ഒത്തുചേർന്ന ഒരു മനോഹര വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടി കിഴക്കമ്പലം ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വലിയ വില്ല കമ്മ്യൂണിറ്റിയിലാണ്. 4.600 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും കിച്ചൺ വർക്ക് ഏരിയ സ്പേസും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ലക്ഷൂറിയസ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മനോഹരമായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ 5 മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള മുൻഭാഗത്തെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുറ്റത്തേക്കുമാണ്. കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഈ വിശാലമായ മുറ്റത്ത് 3 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. നല്ലൊരു ഗാർഡനെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ള സോഴ്സായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. 2018ലെയും 2019ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. നല്ലൊരു ബോക്സി കണ്ടംപററി ആർക്കിടെക്ചറൽ എലിവേഷനാണ് വീടിനെ സ്വീകരിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്തെത്തിയാൽ നീളമേറിയ വലിയൊരു സിറ്റ് ഔട്ട് കാണാം. ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന സിറ്റിന് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന മനോഹരമായിട്ടൊരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്തെ അടയാളപ്പെടുത്താനായി കഴിയുക. വലിയൊരു സെറ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനുള്ള സൗകര്യം ലഭ്യമാണ്. മുൻഭാഗത്തായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു TV യൂണിറ്റ് നമുക്കായി കരുതി വച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ 8-10 പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എടുത്തു പറയേണ്ട പ്രത്യേകത. വീട് ഒരു ആർക്കിടെക്ചറൽ ടൈപ്പിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് സ്ലൈഡിംഗ് ഡോർ തുറന്നാൽ മനോഹരമായിട്ടുള്ളൊരു ഗ്രീനറി പാഷിയോയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഭംഗിയായിട്ടുള്ള ഗ്രില്ലെല്ലാം നൽകി ഈ ഭാഗം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യത്തിൽ ഇലക്ട്രിക് ചിമ്മിണി സഹിതമാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നു. തീം ബേസ്ഡ് ആയിട്ടുള്ളൊരു മനോഹര കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് സെക്കൻഡറി കിച്ചണിനെ പോലെ തന്നെ ഉപയോഗപ്പെടുത്താനാകുന്ന ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ സ്പേസിൽ ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളോടുകൂടി മനോഹരമായിട്ടൊരു വാഷ് കൗണ്ടർ ഭാഗവും നമുക്ക് കാണുവാനായി കഴിയും. നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് 14 അടി നീളവും 12 അടി വീതിയിലുമാണ്. ഫ്രണ്ടിലായി മനോഹരമായിട്ടുള്ള ഒരു വലിയ ഗ്ലാസ് പാർട്ടീഷനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. സെറ ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസായി ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു മിറർ യൂണിറ്റും നമുക്ക് കാണുവാനായി കഴിയും. ഗ്രൗണ്ട് ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 4 പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ 2 ജനാലകളും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി
4 പാളിയുടെ വലിയൊരു വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 99% വർക്കുകളും ഈ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. അല്ലറ ചില ടച്ചപ്പ് വർക്കുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൈവരികൾക്കായി വുഡനും താഴെ ടഫ്ലം ഗ്ലാസുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുന്നത് വേണ്ടി അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ്. 2 ഭാഗങ്ങളായി സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഈ വിശാലമായിട്ടുള്ള ഭാഗത്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകളടക്കം നൽകിയാണ് നമ്മെ സ്വീകരിക്കുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു TV യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഭാഗവും. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 3ാമത്തേത് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള 3 പാളിയുടെയും ഓരോ പാളിയുടെയും ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14 അടി നീളവും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വർക്ക് സ്പേസും ഒരുക്കി നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയുള്ള 4 പാളിയുടെ വലിയൊരു വാർഡ്രോബ് കാണാം. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീണ്ടും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ്. വിശാലമായി തന്നെയാണ് ഈ 2 ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വില്ലയിൽ ഇനി ഈ ലക്ഷൂറിയസ് വീട് മാത്രമാണ് വിറ്റുപോകുവാനുള്ളത്. ബാക്കിയുള്ള എല്ലാ വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫോ പാർക്ക് എംപ്ലോയികൾ, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ് എന്നിവരൊക്കെയാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. ഈ വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ബാങ്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ 90%-ലധികം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതാണ്. ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.